ലോകേഷ് കനകരാജന്റെ കൂലി. സിനിമ എനിക്കിഷ്ടപ്പെട്ടു. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. ഇനി ഒരു ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും എനിക്ക്, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു റിലീസിന്റെ ഒരു വെയിറ്റിങ്ങോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ജസ്റ്റ് പോയി കണ്ടു. നല്ല സിനിമയായിട്ടാണ് തോന്നിയത്, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. ഇപ്പം സൗബിന്റെ ക്യാരക്ടർ, നാഗാർജുനയുടെ ക്യാരക്ടർ, ഉപേന്ദ്ര, അമീർ ഖാൻ, ശരിക്കും ഒരു മാർക്കറ്റിംഗ് രീതിയിലാണ് ഇതെല്ലാം കാസ്റ്റിംഗ് വന്നതെങ്കിലും എല്ലാവർക്കും അവരുടേതായ ഒരു റോൾ ഉണ്ട്. ഇപ്പം സൗബിനാണെങ്കിൽ സിനിമ തുടങ്ങുന്നത് മുതൽ ക്ലൈമാക്സ് വരെ സൗബിന്റെ റോൾ ഉണ്ട്. നാഗാർജുന ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വില്ലനായിട്ടാണ് നാഗാർജുന. പിന്നെ കഥയിൽ ഒരു പുതുമയില്ലെങ്കിൽ, അധികം പുതുമ തോന്നിയില്ല. എന്നാലും മൊത്തത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. പൊതുവെ ഒരു നെഗറ്റീവ് റിവ്യൂ പോലെയാണ് എല്ലാവരും പറയുന്നത്. ചിലപ്പോൾ അവര് അമിതമായി എക്സ്പെക്ട് ചെയ്തത് കൊണ്ടാവാം. രാവിലെ 6 മണിക്കൊക്കെ മോർണിംഗ് ഷോ ഒക്കെ കാണുമ്പോൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. പുതുമ എന്ന് തോന്നുന്നത് നാഗാർജുനയുടെ ക്യാരക്ടറാണ്. കാരണം നാഗാർജുന അങ്ങനെ ഒരു വില്ലനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് വളരെ സ്റ്റൈലിഷ് ആയിട്ട് നാഗാർജുനനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിന്റെ ക്യാരക്ടർ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടാണ്, മാസ് അല്ല, അതൊരു വില്ലനാണെങ്കിലും. ഇപ്പൊ ലോകേഷിന്റെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫേവറേറ്റ് കൈത്തിയും വിക്രവുമാണ്. ആ ഒരു ലെവല് എത്തിയിട്ടില്ലെങ്കിലും ഒരു മാസ്റ്റേഴ്സ്, ലിയോ, ആ ഒരു സ്റ്റാൻഡേർഡ് തോന്നി. വളരെ ലോ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നി. എൻ്റെ ഒരു റേറ്റിംഗ് 7 out of 10 ആണ്. കുഴപ്പമില്ല, നല്ല സിനിമയാണ്. ഓക്കെ.